മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 33. എടി, നിനക്കിത് എന്തു പറ്റിയതാ ചുമ്മു? നീ എന്താ ഇങ്ങനെ മുഖവും വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നേ? നിശ്ചയം കഴിഞ്ഞ ഉടൻ തന്നെ പന്തലിൽ നിന്ന് നേരെ മുറിയിലേക്ക് പോന്നതാണ് പെണ്ണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും നേരമായിട്ടും പുറത്തേക്ക് ഇറങ്ങി വരാത്തതിനെ തുടർന്ന് വഴക്കു പറയാൻ ചെന്നതായിരുന്നു പങ്കു. റൂമിലേക്ക് കയറി ചെന്നതും അവൻ കാണുന്നത് ഇട്ട തുണി പോലും മാറാതെ കട്ടിലിൽ മലർന്നു കിടക്കുന്നവളെയാണ്. അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും ഓരോന്നും തന്നിഷ്ടത്തിനല്ലേ ഇവിടെ ചെയ്തു കൂട്ടുന്നത്. അവർ ചെക്കനോട് തട്ടിക്കയറി, പങ്കുവിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കൂട്ടാക്കാതെ. മോതിരം മാറ്റത്തിൻ്റെ കാര്യം മുൻകൂട്ടി പറയാതിരുന്നതാണ് ചുമ്മുവിൻ്റെ ദേഷ്യത്തിനുള്ള പിന്നിലുള്ള കാരണം എന്നറിയാവുന്നത് കൊണ്ട് തന്നെ പങ്കു വളരെ ശാന്തതയോടെ അവളോട് ഇടപെടുവാൻ ശ്രമിച്ചു. ഡി, അച്ഛമ്മ നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലാതെ അവരാരും ഒന്നും കരുതിക്കൂട്ടി ചെയ്തതല്ലല്ലോ. അതുമാത്രമല്ല, നീ എന്ന് കണ്ണേട്ടനെ പ്രപ്പോസ് ചെയ്ത് നിൻ്റെ ഒരു റിങ് ഇട്ട് കൊടുത്തതല്ലേ. പിന്നെന്താ പ്രശ്നം? പങ്കു വളരെ സമാധാനപരമായി പറഞ്ഞുകൊണ്ട് അവൾക്കരികിലായി ചെന്ന് കിടന്നു. അതുപോലാണോടാ ഇത്? അന്ന് നമ്മൾ കുടുംബക്കാർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നോ? ഇന്നതുപോലെ ആയിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണ നിശ്ചയല്ലേ ഇന്ന് കഴിഞ്ഞത്. പെണ്ണിൻ്റെ കണ്ണുകൾ കൂർത്തു. അതിനാണോ നീ മോന്തയും വീർപ്പിച്ചിരിക്കുന്നേ? ഇപ്പം എന്താ നിൻ്റെ ശരിക്കുള്ള പ്രശ്നം? നിനക്കെൻ്റെ കണ്ണേട്ടനെ കല്യാണം കഴിക്കണ്ടേ? അതാണോ നിൻ്റെ ഈ ദേഷ്യത്തിൻ്റെ കാരണം? ഉള്ളു വല്ലാതെ നോവുന്നുണ്ടെങ്കിലും പങ്കു അപ്പോഴും അവളെക്കുറിച്ചാണ് ചിന്തിച്ചത്. അത് പിന്നെ നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ? ആരെ കെട്ടിയാലും അങ്ങേരെ എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ ഒട്ടും പറ്റത്തില്ല. എങ്കിൽ പിന്നെ നീ എന്തിനാ ചുമ്മു കണ്ണേട്ടനെ കെട്ടാൻ ഇഷ്ടമാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സമ്മതിച്ചേ? നിനക്ക് നിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരായിരുന്നോ? നീ എന്തിനാ അനുവേട്ടൻ്റെ ജീവിതത്തിന് വേണ്ടി ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുത്തത്? അവൻ ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ചുമ്മു ഒന്നും പറഞ്ഞില്ല. പകരം അവൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുവാനായി ശ്രമിക്കുകയായിരുന്നു. ഇനി നീ ഇതിൽ നിന്ന് മാറാൻ ശ്രമിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയില്ല ചുമ്മു. ഈ കല്യാണം ഇനി പറ്റില്ലെന്ന് പറഞ്ഞ നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിന്നെയല്ലേ കുറ്റം പറയൂ. മേലേടത്ത് കുടുംബത്തിലെ പിള്ളേരുടെ കല്യാണം മുടങ്ങി എന്നുള്ള ചീത്ത പേര് വേറെ. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛമ്മ പ്രത്യേകം നിന്നോട് പറഞ്ഞതല്ലേ, 4 മുറിച്ചെറുക്കന്മാരിന്ന് മാത്രമേ നിനക്കൊരാളെ ലൈഫ് പാർട്ണറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇവിടെ നീ കണ്ണേട്ടനെ റിജക്റ്റ് ചെയ്താലും നാളെ വീണ്ടും നിൻ്റെ മുൻപിൽ അതേ ചോദ്യം ഉണ്ടാവും. അപ്പോൾ നീ ആരെ സെലക്ട് ചെയ്യും ചുമ്മു? ഈ പറയുന്ന വിപിനേട്ടനെയോ അതോ എന്നെയോ? അവസാനം പങ്കു ചോദിച്ച ചോദ്യം ഒരു ഈർഷ പോലെയാണ് അവളുടെ നെഞ്ചിൽ കയറിയത്. വിപിനേട്ടനെയോ അതോ പങ്കുവിനെയോ? ഇവർ രണ്ടുപേരും തൻ്റെ സഹോദരങ്ങളല്ലേ. ഒരിക്കലും തനിക്ക് അവരെ വേറെ ഒരു രീതിയിൽ കാണാൻ കഴിയുകയില്ല. ചുമ്മു, നീ ടെൻഷൻ അടിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞേ. ശരിക്കും പറഞ്ഞ എൻ്റെ കണ്ണേട്ടനൊരു പാവമാടി. ഏട്ടന് നിന്നെ വലിയ കാര്യമാണ്. നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ ഏട്ടന് നിന്നോടുള്ള ഇഷ്ടം നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് പറയുമ്പോൾ കണ്ണൻ മാളിൽ വെച്ച് ചുമ്മു അറിയാതെ അവളുടെ ഫോട്ടോ എടുത്ത സംഭവമാണ് പങ്കുവിൻ്റെ ഓർമ്മയിൽ വന്നത്. പക്ഷെ അതിന് മറുപടിയായി പെണ്ണിൽ നിന്ന് രൂക്ഷമായൊരു നോട്ടമാണ് പങ്കുവിന് നേരിടേണ്ടി വന്നത്. നീ ഇങ്ങനെ കണ്ണുരുട്ടാനും മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കല്യാണം നിനക്കൊട്ടും പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ കാണും. അതിപ്പോൾ ആരൊക്കെ എതിർത്താലും. അവളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മനോഭാവമായിരുന്നു പങ്കുവിനപ്പോൾ ഉണ്ടായിരുന്നത്. എങ്കിലും അടുത്ത് കിടക്കുന്നവളുടെ മുഖഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല എന്നത് പങ്കു വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടു. ചുമ്മു, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. കുറേ നേരം കഴിഞ്ഞിട്ടും പെണ്ണിൽ നിന്ന് ഒരു രീതിയിലുള്ള മറുപടി കിട്ടുന്നില്ല എന്ന് കണ്ടതും അവൻ വീണ്ടും ഒരു സംസാരത്തിന് തുടക്കമിട്ടു. അവൾ ചെക്കനെയൊന്ന് നോക്കി പറയുവാൻ അനുവാദം നൽകിയതുപോലെ. എടി ചുമ്മു, നീ കണ്ണേട്ടനെ കല്യാണം കഴിച്ചാലേ നിനക്ക് കുറേ ഗുണങ്ങൾ അതുകൊണ്ടുണ്ടാവും. അവൻ എന്തൊക്കെയോ ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് പറയുവാനായി തുടങ്ങി. എന്ത് ഗുണങ്ങൾ? മുഖവും വീർപ്പിച്ചുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് അവനെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. 1, നിനക്കൊരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരികയില്ല. അതായത് നിനക്ക് നിൻ്റെ അമ്മയും മായമ്മയും ഒക്കെ കൂടെ എന്നത്തെയും പോലെ ഇവിടെ താമസിക്കാം. 2, നീ വേറെ ഒരുത്തനെ കെട്ടിയാ ഞങ്ങളെ കണ്ണേട്ടൻ വേറൊരു പെണ്ണിനെ ഈ തറവാട്ടിൽ കെട്ടിക്കൊണ്ട് വരും. അവളുടെ സ്വഭാവം ഇനി നമ്മുടെ ഗിരിജവല്യമ്മയുടെ എങ്ങാനും പോലെ ആണെങ്കിൽ
ഈ വീട്ടിലെ ജീവിതത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴുള്ള ഈ സന്തോഷവും സമാധാനമൊക്കെ നമുക്ക് അന്നുണ്ടാവുമോ? എൻ്റെ അമ്മയും സാവിത്രി മാമിയൊക്കെ വന്നു കയറുന്ന പെണ്ണ് കാരണം ഒരുപാട് അനുഭവിക്കേണ്ടിയും വരും. ഇനി 3, കണ്ണേട്ടന് നിന്നുള്ള വാശിപ്പുറത്ത് ആ നിധിയെങ്ങാനും കെട്ടിക്കൊണ്ട് വന്നാൽ നമ്മുടെ ജീവിതം പട്ടി നക്കിയതുപോലെ ആവില്ലേടി പൊട്ടി. ഇനി 4, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ. നീ ഒരുത്തനെ, അതും പുറത്തു നിന്നുള്ള ഒരുത്തനെ കെട്ടിയാൽ നാളെ നമ്മുടെ ഈ കൂട്ടുകെട്ടിന് വിള്ളൽ വരില്ലേ ചുമ്മോ? എനിക്ക് നിന്നോട് ഇതുപോലെ ഇരുന്നൊന്ന് സംസാരിക്കാനോ നിൻ്റെ കൂടെ ഒരു ദിവസം സ്വാതന്ത്ര്യത്തോടെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാനോ പറ്റുമോ? എല്ലാത്തിനും ഒരു പരിമിതികൾ ഉണ്ടാവില്ലേ? അല്ല, ഉണ്ടാവും. വിശദീകരണം നൽകി അവസാനം വന്നപ്പോഴേക്കും ചെക്കൻ്റെ തൊണ്ട അടറിയിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ ആ സംസാരം നിർത്തിവെച്ചു. എടീ, നീ ഈ പറഞ്ഞത് എങ്ങോട്ടാടാ ഈ പോണേ? മോതിരം മാറലല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കിടക്കുന്ന 3-4 മാസങ്ങൾ. അതുകൊണ്ടേ എൻ്റെ മോൻ എഴുന്നേറ്റ് വല്ല പണിയും ചെയ്യാൻ നോക്ക്. അവൻ്റെ ഒരു കണ്ണേട്ടൻ. പങ്കുവിൻ്റെ സങ്കടങ്ങൾക്ക് മുൻപിൽ മാത്രം മൂക്കും കുത്തി വീഴുന്നവൾ അന്നും പതിവ് തെറ്റിച്ചില്ല. പങ്കുവിനെയും അവൻ്റെ 3-4 തലമുറകളെയും ഒരുമിച്ച് സ്മരിച്ചിട്ട് അവൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ശേഷം ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കുളിക്കാനായി കയറി. ഈ പെണ്ണ് ഒന്ന് സെൻറ്റ് അടിക്കാൻ പോലും സമ്മതിക്കില്ല. എൻ്റെ ഭഗവാനെ, ഈ മുതലിനെ എങ്ങനെയും എൻ്റെ കണ്ണേട്ടന് തന്നെ കൊടുത്തേക്കണേ. ഇത്രയും നാൾ എനിക്കൊരാശങ്കയുണ്ടായിരുന്നു. പക്ഷെ കണ്ണേട്ടൻ്റെ ഇഷ്ടം നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവരെ എങ്ങനെയും ഒന്ന് ഒന്നിപ്പിച്ചാൽ മതിയെന്നായിരിക്കുന്നു. ഓരോന്നും ചിന്തിച്ചുകൊണ്ട് ചെക്കൻ കട്ടിലിൽ മലർന്നു കിടന്നു, നിശ്ചയത്തിനിട്ട തുണി പോലും മാറ്റാൻ തയ്യാറാവാതെ. അതേസമയം പങ്കു പറഞ്ഞ ഓരോ കാര്യങ്ങളിലും മനസ്സിലിട്ട് വളരെ ആഴത്തിൽ ചിന്തിക്കുകയായിരുന്നു ഷവറിൻ്റെ കീഴിൽ നിന്നിരുന്ന ചുമ്പു. പക്ഷേ അപ്പോഴും കണ്ണനെ പാതിയായിട്ട് കാണുവാൻ അവളിലെ പെണ്ണൊട്ടും കൂട്ടാക്കിയില്ല എന്നതാണ് സത്യം. കണ്ണാ, മുറിയിലിരുന്നുകൊണ്ട് കയ്യിലെ മുറിവിൽ ശ്രദ്ധയോടെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണൻ. അപ്പോഴാണ് വിപിൻ അങ്ങോട്ടേക്ക് കയറി ചെന്നത്. ആ നീയോ, വാ. ഒരു പേപ്പർ പ്ലാസ്റ്റർ എടുത്ത് ഗൗസ് പീസിൻ്റെ മുകളിലായി വൃത്തിയായി ഒട്ടിച്ചു വെച്ചതിന് ശേഷം റൂമിലേക്ക് കയറി വന്ന തൻ്റെ ബെഡിലിരിക്കുന്നവനെ സംശയത്തോടെ ഒന്ന് പാളി നോക്കി ചെക്കൻ. എടാ, കല്യാണക്കുറിയുടെ ഡിസൈൻ ഇന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അച്ചമ്മ. നീയും കൂടി ഇവിടെ ഉണ്ടല്ലോ എന്നോർത്തിട്ടാ ഞാൻ സമ്മതം പറഞ്ഞു തന്നെ. നിനക്കറിയാലോ, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിനക്കാണ് ഇത്തിരി സെൻസ് ഉള്ളതെന്ന്. അതുകൊണ്ട് മോൻ വേഗം റെഡിയായി വായോ. എല്ലാവരും പുറത്ത് നിനക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. കണ്ണൻ്റെ തോളിൽ മെല്ലെ ഒരു തട്ട് കൊടുത്തിട്ട് അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ വിപിൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മാറ്റിവെക്കുവാൻ പറ്റില്ല എന്ന തോന്നലുള്ളതുകൊണ്ട് മാധവ് അപ്പോൾ തന്നെ വേഗം റെഡിയായി മുറിയിൽ നിന്നും ഇറങ്ങി. കോറിഡോറിൽ ഇറങ്ങിയവൻ്റെ കണ്ണുകൾ പതിവ് പോലെ അന്ന് നേരെ എതിർവശത്തായി കാണുന്ന ചുമ്മുവിൻ്റെ റൂമിലേക്ക് പാളി വീണു. തുറന്നു കിടക്കുന്ന വാതിലിൻ്റെ വിടവിലൂടെ നോക്കിയ ചെക്കൻ്റെ കണ്ണുകൾ അവിടെ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷം മിഴിഞ്ഞു പോയിരുന്നു. ഒരു ക്രോപ്പ് ടോപ്പ് ടീഷർട്ടും ഒരു ജീനിൻ്റെ ട്രൗസറും ഇട്ടുകൊണ്ട് കസേരയിൽ ഇരുന്നു കൊണ്ട് അനാവൃതമായ കാലുകൾ രണ്ടും കട്ടിലേക്ക് പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ചുമ്മു. ഈ പെണ്ണിനോട് മാനമര്യാദയ്ക്ക് തുണി കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരുമാതിരി മനുഷ്യൻ്റെ കൺട്രോൾ പോവാൻ. ബാക്കി അവൻ പറഞ്ഞില്ല. പകരം അവളുടെ റൂമിൻ്റെ വാതിൽ ശക്തിയോടെ പുറത്തേക്ക് വലിച്ചടച്ചു. ശേഷം ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് കണ്ണൻ ഉമ്മറത്തേക്ക് നടന്നു. അവിടെ തനിക്കായി കാത്തു നിൽക്കുന്ന ബാക്കി 5 പേരെയും ഒന്ന് നോക്കിയവൻ. രത്തൻ്റെ ഷോപ്പിലേക്ക് പോയാൽ പോരെ കണ്ണ, അവിടെ ആകുമ്പോൾ കുറേ വെറൈറ്റീസ് ഉണ്ട്. അച്ചു ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് കണ്ണനെ വരവേറ്റത് തന്നെ. അത് മതി അച്ചു ഏട്ടാ, അവിടെയുള്ളത് നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ മാത്രം നമുക്ക് വേറെ ഷോപ്പിൽ പോയാൽ മതി. അശ്വിൻ്റെ തീരുമാനം അംഗീകരിക്കുന്ന മട്ടിൽ കണ്ണൻ അഭിപ്രായം പറഞ്ഞു. എന്നാ വാ, പോയേക്കാം. മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിലേക്ക് കയറിക്കൊണ്ട് വിവേക് ആവശ്യപ്പെട്ടു. അച്ചുവും വിവേകും മുൻപിലിരുന്നപ്പോൾ വിപിനും അനിരുദ്ധും കണ്ണനും മിഡിൽ സീറ്റിലേക്ക് കയറി. പങ്കു മാത്രം ലാസ്റ്റ് സീറ്റിൽ ഇടം പിടിച്ചു. എന്നാ പോയേക്കാം. ഡ്രൈവർ സീറ്റിലിരുന്ന അച്ചു അതും പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടേക്ക് എടുത്തു. അതേസമയം മാധവിൻ്റെ അടുത്തിരുന്ന വിപിന് ഒരു കോള് വന്നു. ജീനിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണ് ഇരുന്നു കൊണ്ട് തന്നെ വെപ്രാളത്തോടെ എടുക്കുന്നതിനിടയിൽ ഒരു കീ ചെയിൻ പോലെയുള്ളൊരു സാധനം വിപിൻ്റെ പാൻറിൽ നിന്നും താഴേക്ക് വീണു. സംസാരത്തിൽ മുഴുകിയവൻ അത് ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ താഴെ വീണ് കിടക്കുന്ന മെറ്റൽ പോലെയുള്ള ആ കീ ചെയിൻ കണ്ണൻ പെട്ടെന്ന് കുനിഞ്ഞ് കയ്യിലേക്കെടുത്തു.
ഒരു കൈപ്പത്തിക്കുള്ളിൽ വളരെ കഷ്ടപ്പെട്ട് ഒളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കീ ചെയിൻ. മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതിൻ്റെ സവിശേഷത. കണ്ടാൽ ബുള്ളറ്റിൻ്റെ ആകൃതിയിലാണെങ്കിലും ഒരു പെന്നിൻ്റെ അത്രയും നീളത്തിലിരിക്കുന്ന ആ കീ ചെയിൻ മാധവിലൊട്ടൊരു ആകാംക്ഷ പരത്തി. അതിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ബേസ് ഭാഗത്തുള്ളൊരു ചെറിയ ബട്ടൺ പോലെ കാണപ്പെടുന്ന ഒരു ഭാഗത്ത് കണ്ണൻ്റെ തള്ളവിരൽ അറിയാതെ അമർന്നുപോയി. പൊടുന്നതിനെ അതിൻ്റെ ടിപ്പിൽ നിന്നും ഒരു കൂർത്ത കത്തി പോലെയുള്ള ഒരു സ്റ്റീലിൻ്റെ ഭാഗം പുറത്തേക്ക് ഉന്തി വന്നു. ഒറ്റ നോട്ടത്തിൽ നൈഫെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ കൂർത്തു വളഞ്ഞ അറ്റം കണ്ണനെ ഇരുത്തി ചിന്തിപ്പിച്ചു കളഞ്ഞു. ഇതുപോലെയുള്ള ഒന്നിൽ നിന്നല്ലേ തൻ്റെ കൈക്ക് മുറിവേറ്റത്? അവൻ്റെ ചിന്തകൾ കാട് കടന്നു. അപ്പോൾ നാളത്തെ പാട്ടിനു വേണ്ടി കാത്തിരിക്കുക കേട്ടോ. ഇപ്പം എൻ്റെ ഒരു സംശയം, ഇനി വിപിനാണോ കണ്ണനെ മുറിവേൽപ്പിച്ചത്? നിങ്ങളുടെ സംശയം ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. അപ്പോൾ നാളത്തെ പാട്ടുമായിട്ട് നാളെ കാണാവേ.